ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നമ്മളെ SLC എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു റിസൾട്ട് തന്നെ നമ്മൾക്ക് 3 കാറ്റഗറി ആയിട്ടുണ്ടാവും. ഒന്ന് ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ടാവും, രണ്ടാമത് ഒരു ആവറേജ് കിട്ടിയ ആളുകളുണ്ടാവും, മൂന്നാമത് പരാജയപ്പെട്ട ആളുകളുണ്ടാവും അല്ലേ. ഇതിൽ നമുക്കറിയാം, ഇതിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവും. ഞാൻ ടോപ്പർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു 10th പാസ് ആവണം. പിന്നെ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അതൊക്കെ ലക്ഷ്യം വെച്ച് പഠിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളുകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ് പാരൻസിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ പഠിച്ച ആളുകളേക്കാരം അവർ ജസ്റ്റ് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അതിൽ തന്നെ പെടുന്ന ചില ആളുകൾ എനിക്ക് ഫസ്റ്റ് ലെവലിൽ എത്തണം എന്ന് വിചാരിച്ച് ഫുൾ A+ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് കിട്ടണം എന്ന് വിചാരിച്ച് പഠിച്ച വ്യക്തികൾക്ക്, ചില ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, എല്ലാവർക്കും പഠിച്ചാൽ ഒരേ മെമ്മറി പവർ അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവരെ കഴിവുകേട് എന്ന് ഞാൻ പറയണില്ല. എല്ലാവർക്കും നമ്മളെ ഓരോ ഇമോഷന് നമുക്ക് പഠിച്ചവന് ഓരോ സെൻസ് വെച്ചിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു സെൻസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിൽ ചില ആളുകൾ അത് തിരിച്ചറിയാതെ നിങ്ങൾ പഠിച്ച രൂപം മാറിയത് കൊണ്ടാവാം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾക്ക് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല എന്ന് വിഷമിക്കുന്ന ആളുകളെടുത്താ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലുള്ള സ്കില്ലുണ്ട്, പക്ഷെ നിങ്ങൾ അത് കണ്ടെത്തിയിട്ടില്ല. ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് ടോപ്പ് ആവാൻ പറ്റുന്നത്. അതുകൊണ്ടാവും നിങ്ങളെ മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇതിൽ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടരുത്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാനുള്ള സ്കില്ല് ഉണ്ടാവും. ആ സ്കില്ല് ഉണ്ടായിട്ടും പാരൻസ് ഇങ്ങനെ തള്ളിയിട്ടാവും എന്ത് ചെയ്യുക, അവർ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരതിന് ആ ഒരു എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പാരൻസ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ, ഈ പാരൻസ് പറയുമ്പോൾ എന്താ പറയുക, അവരെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാഗിക്കൊണ്ടാവും അവർ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. കാരണം പാരൻസിൻ്റെ ഒരു പുഷിങ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഫെയിലായ കുട്ടികൾ. അവർ കഴിവുള്ള കുട്ടികൾ അതിലുണ്ട്, ഇല്ലാഞ്ഞിട്ടില്ല. പക്ഷെ അവർ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളിതിൽ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പരാജയപ്പെട്ട് പോയത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പരാജയത്തിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഈ ഒരു SLCയിൽ നമ്മൾ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് +1 +2 കുറഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, മാർക്ക് കുറയാൻ എന്താണ് കാരണം, നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്തുക. എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലക്ഷ്യം ആദ്യം നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇന്ന ജോബിൽ എത്തണം എന്നൊരു ലക്ഷ്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മാർക്ക് കിട്ടും. ഇനിയുള്ള അങ്ങോട്ടുള്ള ചവിട്ടുപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഇനി അങ്ങോട്ടുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ A+ കിട്ടിയ കുട്ടികളെക്കാട്ടിലും മുകളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു SLC എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പരാജയപ്പെട്ട ആളുകൾ ഒരിക്കലും മാർക്ക് കുറഞ്ഞു പോയി എന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളെ പരാജയത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത്. പിന്നെ ഓരോ പരാജയവും നമ്മളെ വിജയത്തിലേക്കുള്ള കാൽവെപ്പാണ്. പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ആ ഒരു പരാജയം നമുക്ക് സംഭവിച്ചത് എന്നുള്ളത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത ഒരു എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും. ആ ഒരു A+ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് കിട്ടാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളെ മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരുത്തണം. എന്നിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, ഏത് ഫീൽഡിൽ എത്തണം നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് അത് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു SSLC എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങളെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.